എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം. RRB ആണ് വിളിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് 15/5/2026 മുതൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 14/6/2026 ആണ്. ഓൺലൈനായി ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി 16/6/2026. ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ അപേക്ഷയിൽ എന്തെങ്കിലും തിരുത്തലുകളുണ്ടെങ്കിൽ 17/6/2026 മുതൽ 26/6/2026 വരെ അപേക്ഷയിൽ തിരുത്തൽ വരുത്താവുന്നതാണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികയിൽ നിലവിൽ 12,000-ഓളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇനിഷ്യൽ പേയ്മെൻറ്റായി 19,900 രൂപയാണ് ലഭിക്കുന്നത്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. പ്രായം 1/7/2026 അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു RRB മാത്രമേ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉദ്യോഗാർത്ഥികൾ ഒന്നിൽ കൂടുതൽ അപേക്ഷ നൽകിയാൽ ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ആകുന്നതാണ്. 500 രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. ഉദ്യോഗാർത്ഥികൾ ഫസ്റ്റ് സ്റ്റേജ് CBT എക്സാമിന് ഹാജരായാൽ 400 രൂപ റീഫണ്ട് ചെയ്യപ്പെടുന്നതുമാണ്. SC, ST, എക്സ് സർവീസ്മാൻ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ കാറ്റഗറിക്ക് 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. ഈ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഫസ്റ്റ് സ്റ്റേജ് CBT എക്സാമിന് ഹാജരായാൽ 250 രൂപ റീഫണ്ട് ചെയ്യപ്പെടുന്നതുമാണ്. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലൂടെയോ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് മുഖേനയോ UPI മുഖേനയോ ഓൺലൈനായി ഫീസ് അടയ്ക്കാവുന്നതാണ്. ഓൺലൈനായി ഫീസ് അടയ്ക്കാത്ത അപേക്ഷകൾ റിജക്റ്റ് ആകുന്നതുമാണ്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. പ്രായം 1/7/2026 അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. SSC, ST, OBC, എക്സ് സർവീസ്മാൻ കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SSC, ST കാറ്റഗറിക്ക് 5 വർഷവും OBC കാറ്റഗറിക്ക് 3 വർഷവുമാണ് ഏജ് റിലാക്സേഷനായി വരുന്നത്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. പരീക്ഷയുടെ ഡീറ്റെയിൽഡ് സിലബസ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭ്യമാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെയും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. തെറ്റായ അപേക്ഷകളും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അപേക്ഷകളും ഫീസ് അടയ്ക്കാത്തതുമായിട്ടുള്ള അപേക്ഷകൾ റിജക്റ്റ് ആകുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ RRBയുടെ വെബ്സൈറ്റ് പരിശോധിച്ച് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വെബ്സൈറ്റുകൾ നോട്ടിഫിക്കേഷൻ ലഭ്യമാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് ആണ്. കൂടാതെ ബന്ധപ്പെട്ട മേഖലയിലെ ട്രേഡ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ആകെ വിവിധ RRBകളിലായി 11,127 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. റെയിൽവേയുടെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സുവർണ അവസരമാണ് ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയിരിക്കുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 15/6/2026 ആണ്. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക. ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.